സത്യത്തിൽ ആ വാർത്ത ശരിക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയൊരു വാർത്തയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ വകുപ്പിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരാൾ മന്ത്രി എന്ന നിലക്ക് ആ വകുപ്പിൻ്റെ ഒരു പേപ്പറിൻ്റെ ബലത്തിൽ ഒരു ക്രിമിനൽ രക്ഷപ്പെടുക, ജനാധിപത്യ മര്യാദകളൊക്കെ കാറ്റിൽ പറത്തി രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു ഒന്ന് തന്നെയാണ്. അതിനെതിരായിട്ട് പ്രതികരിച്ച എല്ലാവരുടെ പ്രതികരണത്തിൻ്റെ വികാരത്തെ ഞാൻ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ചിത്ര പി അരുണിമ എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറിയാണ് അങ്ങനെ നോട്ട് എഴുതിയത്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. ഞാൻ അതിൻ്റെ അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിലെ സെക്രട്ടറി അത് കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കാരണവശാൽ അത് കൊടുക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അന്വേഷണം തീർച്ചയായിട്ടും നടത്തും. അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും അല്ല, അങ്ങനെയല്ല. കുറ്റക്കാരുണ്ടെങ്കിൽ ആരായാലും നമ്മൾ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയുന്ന പോലെ തന്നെ വെറുതെ കയറിയിട്ട് ആരെങ്കിലും നടപടിയെടുക്കുക അങ്ങനെയല്ല. എന്താ സാറേ ഈ പറയുന്നത്? കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ചിത്ര പി അരുണിമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അത് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത് എന്തിരട്ടത്താപ്പാണ്. സാറ് തന്നെ പറയുന്നു താങ്കളുടെ എതിർപ്പിനെ മറികടന്നാണ് അണ്ടർ സെക്രട്ടറി അൺഒഫീഷ്യൽ നോട്ട് നൽകിയതെന്ന്. അപ്പോൾ അത് കുറ്റമല്ലേ സാറേ? അതോ ഒത്തുകളിയോ? കേരളം ഭരിക്കുന്നത് RSSോ അതോ UDF ഗവൺമെന്റ് തന്നെയോ? സംശയമാണിപ്പോൾ. മുമ്പ് ഇടതുപക്ഷ സർക്കാരിനോട് അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF ചോദിച്ചിരുന്ന അതേ ചോദ്യം ഭരണം മാറിയപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷം തിരിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ ഏതെല്ലാം വകുപ്പുകളുടെ തലപ്പത്താണ് RSS ഇരിക്കുന്നതെന്ന്. അതുകൊണ്ടല്ലേ KM ഷാജി എന്ന മന്ത്രിക്ക് നിസ്സഹായനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് മോങ്ങേണ്ടി വരുന്നതെന്ന്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നാണക്കേടുള്ള വിഷയമല്ലേ വകുപ്പ് മന്ത്രി തിരിച്ചയച്ച ഒരു കടലാസിനു മീതെ അണ്ടർ സെക്രട്ടറി അൺഒഫീഷ്യൽ നോട്ട് എഴുതി കാര്യം സാധിപ്പിച്ചെടുത്തു എന്ന് പറയുന്നത്? എന്നിട്ടും മന്ത്രി പറയുന്നു കുറ്റക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന്. അതിനർത്ഥം അണ്ടർ സെക്രട്ടറി ചെയ്തത് കുറ്റമായി തോന്നുന്നില്ല എന്നല്ലേ? മന്ത്രി പറയുന്നു ഞാൻ തിരിച്ചയച്ച റിപ്പോർട്ടിന് മീതെ അണ്ടർ സെക്രട്ടറി അനൌദ്യോഗിക റിപ്പോർട്ട് നൽകിയെന്ന്. തന്നെ ധിക്കരിച്ച് തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥ തന്നിഷ്ടം കാണിച്ചുവെങ്കിൽ അതും കാപ്പ ചുമത്തി ജയിലിലടച്ച RSSകാരനെ ഒരു പ്രതിക്ക് വേണ്ടി അത് കുറ്റമല്ല സാർ. എന്നിട്ടും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മന്ത്രി പറയുന്നു അന്വേഷിച്ചിട്ട് കുറ്റക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായ R സുഗതന് ലോങ് ലീവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അഡ്മിനിസ്ട്രേറ്റീവിലെ അണ്ടർ സെക്രട്ടറി അൺഒഫീഷ്യൽ നോട്ട് നൽകുന്നത്. ജാമ്യം പോലും ലഭിക്കാതെ കാപ്പ ചുമത്തി ജയിലിൽ കിടക്കുന്ന BJPയുടെ R സുഗതൻ എന്ന കൗൺസിലർ തുടർച്ചയായ 3 മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ അംഗത്വം നഷ്ടമാകുകയും അങ്ങനെ സംഭവിച്ചാൽ BJPക്ക് കോർപ്പറേഷൻ തന്നെ നഷ്ടമാകും എന്ന ഘട്ടത്തിലാണ് സുഗതൻ ആഭ്യന്തര വകുപ്പിൽ ലീവിന് അപേക്ഷിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നോട്ടീസ് നൽകുന്നു. ഈ നോട്ടീസിന് അസിസ്റ്റന്റ് സെക്രട്ടറി എതിർപ്പ് അറിയിക്കുന്നു. ഫയൽ അണ്ടർ സെക്രട്ടറിയുടെ മേശപ്പുറത്തെത്തുന്നു. അണ്ടർ സെക്രട്ടറി അനുകൂല നിലപാടെടുത്ത് റിപ്പോർട്ട് മന്ത്രിക്ക് അയക്കുന്നു. മന്ത്രി റിപ്പോർട്ട് തള്ളി തിരിച്ചയക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ അണ്ടർ സെക്രട്ടറി അനൌദ്യോഗിക നോട്ട് കുറിച്ച് ആഭ്യന്തര വകുപ്പിന് നൽകുന്നു. ആഭ്യന്തര വകുപ്പ് ആ അൺഒഫീഷ്യൽ കുറിപ്പിന് മീതെ അനുമതി നൽകുന്നു. അങ്ങനെ BJP അംഗബലം ഉറപ്പിച്ച് കോർപ്പറേഷൻ നിലനിർത്തുന്നു. ഇവിടെ UDF ഗവൺമെന്റ് ഒരു കോർപ്പറേഷൻ നിലനിർത്താൻ BJPയെ സഹായിച്ചു എന്നേ പറയാനാവും. വകുപ്പ് മന്ത്രിയെ വിലകൽപ്പിക്കാത്ത പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഒരു അൺഒഫീഷ്യൽ ലെറ്ററിന് മീതെ അനുമതി നൽകിയ ആഭ്യന്തര വകുപ്പ് രണ്ടും ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഭരണം നടത്തുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണെങ്കിൽ അവരുടെ ഇച്ഛ മാത്രമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾക്ക് തിരഞ്ഞെടുത്താൽ പോരെ. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആഭ്യന്തര വകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനും. ഞാൻ ഞെട്ടിയെന്നും ഷോക്കായെന്നും പറഞ്ഞ് കൈകഴുകി പോയാൽ KM ഷാജി സാഹിബ് 5 വർഷമേ ഭരണം കാണും. അത് കഴിഞ്ഞാൽ ജനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഒരു പ്രസംഗത്തിനും ഒരു തിരിച്ചുവരവ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് BJPയുമായുള്ള കൂട്ടുകച്ചവടമാണെങ്കിൽ കേന്ദ്രത്തിൽ പിടിവിട്ടതുപോലെ കേരളത്തിലും UDFന്റെ പിടി വല്ലാണ്ടെങ്കിൽ വിട്ടുപോകും. ഓർത്താൽ നന്ന്.